അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല അധികം. തെറ്റുകൾ വന്നിട്ടുണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ, അത് തിരുത്തിയിട്ടുമുണ്ട്. നമുക്കറിയുന്ന ഒരു കാര്യമാണെങ്കിൽ 100% അവിടെ ക്ലാരിറ്റി ഉണ്ടാവും. പക്ഷെ നമ്മുടെ പ്രശ്നം ഇത് കൃത്യമായ അർത്ഥത്തിലല്ല നമ്മളിത് പഠിക്കുന്നത് എന്നും കൂടെ ഒരു വിഷയമുണ്ട്. പറഞ്ഞിരിക്കുന്നത് ദളിത് എന്ന വാക്കിനെ പറ്റിയും അൺടച്ചബിലിറ്റി എന്ന വാക്കിനെ പറ്റിയൊക്കെയാണ്. നമ്മളെല്ലാവരെയും ദളിതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. ഇവരെ ഭയങ്കര ആരൊക്കെയോ കഴിഞ്ഞും താഴ്ന്ന ആൾക്കാരായി അന്ന് കാണപ്പെട്ടിരുന്നു. കുട്ടികൾ ഉറപ്പായിട്ടും വിചാരിക്കും, ഓ ഇപ്പോഴും നമ്മളെ കഴിഞ്ഞും അല്ലെങ്കിൽ ആരെയൊക്കെയോ കഴിഞ്ഞും താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയല്ല, ഇന്നത്തെ സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടെ നോക്കിക്കാണുന്ന ഒരു മനോഭാവമുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അന്ന് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അർത്ഥങ്ങളാണ് അവർക്കും ഉള്ളത്. അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. എന്തിനാണ് നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത്? വൈശാഖൻ തമ്മിൽ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ? ഉറപ്പായിട്ടും ഉണ്ട് എന്ന് പറയാം. എല്ലാ സാഹചര്യങ്ങളിലും ആപ്ലിക്കബിൾ അല്ല എന്നാണ് തോന്നുന്നത്. നമ്മൾ കാണുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ അത് പറയാൻ പറ്റുന്നത് അവിടെ ചർച്ചയാവുന്നു എന്നുള്ളതാണ് കാര്യം. മിണ്ടാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. ഇതിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളാണ്. ആ സമയത്ത് നല്ല ഓർമ്മ, ആ ഇൻ്റർവ്യൂ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഏറ്റവും നല്ല ഓർമ്മ. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ വലിയൊരു പൃഥ്വിരാജ് ഫാനാണ്. അപ്പം അങ്ങനെ പറയുന്ന പോലത്തെ ഒരു കാര്യമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. ഒരു ഇമോഷണൽ സംഭവം നമുക്കിങ്ങനെ കിടക്കും. നമ്മുടെ വീട്ടിലാണെങ്കിൽ അങ്ങനെയല്ലേ, നമ്മൾ അപ്പം അമ്മയും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അമ്മ ഒച്ചെടുക്കുന്നേ കഴിഞ്ഞ് മേളിൽ ഒച്ചെടുക്കണം എന്നാണല്ലോ നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ആ കേസിലും. ചിലരെ കേട്ടിരിക്കാൻ നമുക്ക് ഒരുപാട് ഇഷ്ടമാണ്. ആള് പറയുന്നതിൽ കുറച്ച് ലോജിക്കും കൂടി ഉണ്ടെങ്കിൽ ആ ഇഷ്ടം ഒന്ന് കൂടും. അങ്ങനെ ഇഷ്ടമുള്ള ഒരാളാണ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത്, മീനാക്ഷി. ഹായ് മീനാക്ഷി. താങ്ക് യു, നല്ല ഇൻട്രോ. എനിക്ക് കേട്ടിരിക്കാൻ നല്ല ഇഷ്ടപ്പെട്ടു. കുട്ടി മീനാക്ഷി ആയിട്ടാണ് നമ്മളെല്ലാവരും കണ്ടു തുടങ്ങിയത്. അപ്പം ഈ കുട്ടി മീനാക്ഷി പെട്ടെന്ന് അതാ ഒരുപാട് കാര്യങ്ങൾ പറയുമ്പോൾ അത് നമ്മൾ കേൾക്കുമ്പോൾ അയ്യോ അത് നമ്മുടെ മീനാക്ഷി കുട്ടിയല്ലേ, ഇത്ര വളർന്നോ എന്നുള്ളൊരു ചിന്ത നമുക്ക് എല്ലാവരിലും വരും. അപ്പം മീനാക്ഷിയുടെ ആ ഒരു എന്താ പറയുക, ആ ഒരു ജേണി അതെങ്ങനെയായിരുന്നു? എൻ്റെ ജേണി സത്യം പറഞ്ഞാൽ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുന്ന ജേണി. എനിക്കും വേണമെങ്കിൽ കുറച്ചുകൂടെ വലുതായി കഴിയുമ്പോൾ എടുത്ത് നോക്കാം എങ്ങനെയായിരുന്നു, പണ്ട് എങ്ങനെയായിരുന്നു, ഇപ്പം എങ്ങനെയായിരുന്നു എന്നുള്ളത്. കാരണം ഈ സ്ക്രീനിൽ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് എല്ലാവർക്കും എപ്പോഴും കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ വലിയൊരു ലക്കാണ്. കാരണം എന്ത് പറഞ്ഞാലും നമ്മുടെ എല്ലാ പ്രായത്തിലും ആൾക്കാരിങ്ങനെ നമ്മളെ കേൾക്കുന്നു എന്നുള്ളത്. അത് പണ്ട് വേറെ രീതിയിലായിരുന്നെങ്കിൽ ഇന്ന് കുറച്ചുകൂടെ റിലവൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് സംസാരിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അന്നും ഇന്നും സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളായിരുന്നു. നമുക്ക് ഇപ്പം ടോപ്പ് സിംഗറിലാണെങ്കിലും മീനാക്ഷിന്റെ ഇടയ്ക്കുള്ള സംസാരവും, മീനാക്ഷിനെ ഇപ്പം ജഡ്ജസ് ആണെങ്കിലും അവരും ഒന്ന് ട്രിഗർ ചെയ്യാൻ എന്തെങ്കിലുമൊക്കെ സംസാരിക്കണം. ഞങ്ങൾ ഷൂട്ട് അല്ലെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്ക് മിണ്ടാൻ ഒത്തിരി ഇഷ്ടമുള്ള ആളാണ്. അതെ. ഇപ്പം മീനാക്ഷിയുടെ ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് വൈറലാവുന്നതും ശ്രദ്ധിക്കപ്പെടുന്നതും ഒക്കെ ചെയ്യുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെക്കുറിച്ചും പ്രതികരിക്കുമ്പോൾ അതിൽ നിന്നും വരുന്ന മോശമായിട്ടുള്ള കമൻറ്റ് ഉണ്ടാവാം, നല്ല കമൻറ്റുകൾ ഉണ്ടാകാം. ഇതിനൊക്കെ എങ്ങനെ തരണം ചെയ്യുന്നു, അല്ലെങ്കിൽ അത്തരം ബുദ്ധിമുട്ടുകൾ നേരിടാറുണ്ടോ? ഇല്ല, തരണം ചെയ്യണമെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടാവണം. എനിക്കങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാത്തത് കൊണ്ട് തരണം ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. പിന്നെ FBയിൽ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ അഭിപ്രായങ്ങളാണ്. അപ്പം നമ്മുടെ അഭിപ്രായങ്ങൾ നമ്മളിങ്ങനെ പറയുന്ന സമയത്ത് ഇത് കേട്ടിരിക്കുന്നവർക്കും ചേച്ചിക്കും ഒക്കെ നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങളുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിനെ അങ്ങനെ എടുക്കാനാണ് എനിക്കിഷ്ടം. അല്ലാതെ അതിനെ ഭയങ്കര മോശം കമൻസ് ആയിട്ടോ, എന്നുവെച്ചാൽ നല്ല ഭാഷ ഉപയോഗിക്കാത്തതിനല്ല ഞാൻ ഉദ്ദേശിച്ചത്. എതിരഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ, അതിനെ അങ്ങനെ തന്നെ കാണാനാണ് എനിക്കിഷ്ടം. ഓരോ ആൾക്കാർക്കും പല പല അഭിപ്രായങ്ങളാണ്. പക്ഷേ FB എന്ന് പറയുന്നത് ഇത്രയും വൈഡ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം ഇട്ടാൽ അതിനെ തുടർന്നുള്ള ചർച്ചകൾ പിന്നെ ഒത്തിരിയാണ്. അപ്പോൾ അത് സത്യത്തിൽ നല്ലൊരു കാര്യമാണ്. നമുക്കറിയാത്ത ഒത്തിരി കാര്യങ്ങൾ, പിന്നെ അതിൻ്റെ ഈ നമ്മൾ എഴുതിയിരിക്കുന്നതിനെ പറ്റി നമ്മൾ അറിഞ്ഞിട്ടേ ഇല്ലാത്ത ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അത് FBയിൽ പോയി നോക്കിയാൽ മനസ്സിലാവും. ഒത്തിരി ഇപ്പം ഡോക്ടേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും അങ്ങനെ ഒത്തിരി അവരുടെ പ്രൊഫഷനിൽ ഭയങ്കര നന്നായിട്ട് നിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ഈ എഴുത്ത് ഇഷ്ടപ്പെടുന്നത് കൊണ്ട് ഇതിൻ്റെ താഴെ വന്ന് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരും ഉണ്ട്. എനിക്ക് തോന്നുന്നു ഈ ദൈവങ്ങളുമായി കണക്ട് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു വളരെ പെട്ടെന്ന് വൈറലായതും ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടതൊക്കെ. അപ്പൊ ആ സമയത്ത് വിചാരിച്ചിട്ടുണ്ടായിരുന്നോ ഇത്രയും വലിയൊരു ശ്രദ്ധ ഈ ഒരു പോസ്റ്റിന് കിട്ടുന്നു അങ്ങനെയൊക്കെ? ഇല്ല, അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല. ഇപ്പോഴും എനിക്കതിന് അങ്ങനെ ഒത്തിരി ശ്രദ്ധ കിട്ടിയോ അങ്ങനെയൊന്നും അറിയൊന്നുമില്ല. പക്ഷേ അത് ഞാൻ അടുത്തൊരു പോഡ്കാസ്റ്റ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നമ്മളോട് എപ്പോഴും ചോദിക്കുന്ന, അതിൻ്റെ താഴെയും കുറേ കമൻസ് ഉണ്ടായിരുന്നു, ഇങ്ങനെ മീനാക്ഷി അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഒത്തിരി ഇത്. അപ്പോൾ അതിനൊരു കൺഫർമേഷൻ എന്നുള്ള രീതിയിൽ നമ്മളതവിടെ കൊടുത്തു, അങ്ങനെ എഴുതി കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം മീനാക്ഷിയുടെ ഒരു അമർ അക്ബർ അന്തോണി എന്നുള്ളൊരു സിനിമ, അതേപോലെ തന്നെ ഓഫീസേഴ്സ് ഓൺ ഡ്യൂട്ടി എന്നുള്ളൊരു സിനിമയിലേക്ക് എത്തിക്കുമ്പോൾ മീനാക്ഷിയുടെ ഒരു സിനിമാ ജേണിയെ കുറിച്ചിട്ട് മീനാക്ഷിക്ക് എന്താ പറയാനുള്ളത്? സിനിമാ ജേണി ഞാൻ ഭയങ്കര ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒന്നാണ്. ഒട്ടും പ്രതീക്ഷിക്കാതെ ഞാൻ എത്തിയ ഒരു സ്പേസാണ് സിനിമ എന്ന് പറയുന്നത്.
അപ്പോൾ അമർ അക്ബർ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെ ചെറുപ്പമായിരുന്നു, ഒരു 10 വയസ്സോ 9 വയസ്സ് അങ്ങനെ എങ്ങാനും കാണും, 8-9 വയസ്സ് അങ്ങനെ കാണുമായിരിക്കും. ഒപ്പം ചെയ്യുമ്പോൾ എനിക്ക് 10 വയസ്സായിരുന്നു. അപ്പം ആ ഒരു പ്രായത്തിലാണ്. അപ്പം ഞാനത് ചെയ്യുന്ന വളരെ എൻജോയ് ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം നമ്മൾ സിനിമയെ കാണുന്ന രീതി മാറി. ഇതിങ്ങനെ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം ആണെന്നും നമുക്കിതിനോട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നും ഒക്കെ നമ്മളിപ്പോഴാണ് മനസ്സിലാവും. പണ്ടെൻ്റെ വിചാരം ഇത് ഞാനെല്ലാം ആരെ കൊണ്ട് നിർത്തിയാലും നമുക്ക് അവിടെ ഓക്കെയാണ്, അവിടെ പെർഫെക്റ്റ് ആണ് എന്നുള്ളതായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ചുകൂടെയൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. ഇത് ചെയ്യുന്ന ആൾക്കും കുറച്ചുകൂടെയൊക്കെ ക്രിയേറ്റിവിറ്റിയുടെ ആവശ്യമുണ്ട്, അപ്പം നമ്മളും അതിനുവേണ്ടി വർക്ക് ചെയ്യേണ്ടതുണ്ട് എന്നൊക്കെ മനസ്സിലാക്കി ചെയ്യുന്നത് ഇപ്പോഴാണ്. പക്ഷെ പണ്ട് അങ്ങനെയൊന്നുമില്ല. പണ്ട് ഞാൻ ചുമ്മാ കളിക്കാൻ പോകുന്ന ഒരു സ്ഥലം, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോഴും എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഞാൻ അതിൻ്റെതായ കാര്യങ്ങൾ ചെയ്തിട്ട് പോകുന്നു. അങ്ങനെ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പൊ പണ്ടാണെങ്കിൽ തന്നെ ഡയലോഗ്സ് മൊത്തം ബൈഹാർട്ട് ആക്കി പഠിക്കുന്ന ഒരു കാര്യം ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. ഇല്ല ഇല്ല, അത് നാദൃശ്യായിരുന്നു അത് പറഞ്ഞിട്ടുണ്ട്. അത് അങ്ങനെയല്ല പറഞ്ഞത് നാദൃശ്യങ്ങൾ. അതായത് വലിയ ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഞാനത് അതേപടി പറയുന്നത് അന്നും ഇന്നും. അതിപ്പോ എല്ലാ ആൾക്കാരും അങ്ങനെയാ. ഇപ്പം അത് സ്ക്രിപ്റ്റിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെ ഭയങ്കര കറക്റ്റായ മലയാള ഭാഷയിലായിരിക്കുമല്ലോ. പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ ഇങ്ങനെ കൊളോക്കിയൽ ഭാഷ വരില്ല. അപ്പൊ ഞാനത് വായിച്ചിട്ട് എൻ്റെതായ രീതിയിൽ പറയും എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ അത് മൊത്തം അതേപടി അങ്ങനെ കാണാതെ പഠിച്ച് അങ്ങനെയില്ല. പണ്ട് ഒരു ഇന്റർവ്യൂല് ഞാൻ ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു, പുള്ളി നാദൃശ്യ പറയുന്നത് എന്താ, ബാക്കിയുള്ളവരുടെ ഡയലോഗ് തെറ്റിയപ്പോൾ പൃഥ്വിരാജാ പറയുന്നത്. അത് ഡയലോഗ് തെറ്റിയാലല്ല, എന്തെങ്കിലും സീൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോയാ അതാ പറഞ്ഞത്. ഡയലോഗ് എല്ലാരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ആ സമയത്ത് എന്തെങ്കിലും നല്ല ഓർമ്മകൾ ഉണ്ടോ ഇപ്പൊ പറയാൻ? ആ സമയത്ത് നല്ല ഓർമ്മ, ആ ഇന്റർവ്യൂ പുറത്തിറങ്ങിയപ്പോൾ എനിക്ക് ഇപ്പോഴാണ് ഏറ്റവും നല്ല ഓർമ്മ. കാരണം ഞാൻ വളരെ ചെറുപ്പം തൊട്ടേ വലിയൊരു പൃഥ്വിരാജ് ഫാനാണ്. എന്താണെന്ന് എനിക്കറിയാം. എൻ്റെ അമ്മയൊക്കെ പറയും, ഞാനൊരു 2-3 വയസ്സുള്ളപ്പോൾ തൊട്ടേ ഞാൻ ഭയങ്കര പൃഥ്വിരാജ് ഫാനാണ്. ആ സമയത്ത് എനിക്ക് മറ്റേ താന്തോന്നി, പിന്നെ പോക്കിരി രാജ, അങ്ങനത്തെ കുറേ പടങ്ങൾ ഇറങ്ങുന്ന സമയം. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് രാജമംഗളം. അപ്പം അമർ അക്ബർ വരുന്ന സമയത്തെ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ പറ്റിക്കുകയാണ്, ഇത് പൃഥ്വിരാജിന്റെ പടം എന്നൊക്കെ പറയുമ്പോൾ ചുമ്മാ. അന്ന് തന്നെ എല്ലാവരും കളിയാക്കുമല്ലോ, ഇങ്ങനെ ഭയങ്കര ഇത്രയും ഒരു ഇഷ്ടമായിട്ട് നിൽക്കുമ്പോൾ എല്ലാവരും ചുമ്മാ കളിയാക്കും. അപ്പം ഞാൻ അങ്ങനെയാണെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ സെറ്റിൽ ചെന്ന് ശരിക്കും കണ്ടപ്പോൾ ഞാൻ അത്രയും എക്സൈറ്റ്മെന്റ് വേറെ എവിടെയും എനിക്ക് തോന്നിയിട്ടില്ല. ഒന്നാമത് ആ ചെറുപ്പവും കൂടെയാണ് അത്രയും. എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആ ഇന്റർവ്യൂ, ചേച്ചി പറഞ്ഞ ഇന്റർവ്യൂ കുറച്ചുകൂടെ വൈറലാവുന്നത്. രാജമംഗലി ഇങ്ങനെ പറയുന്നത്, ഞാനിങ്ങനെ സാരല്ല ചേട്ടാ അതൊക്കെ ശരിയാവും എന്ന് പറയാം. അപ്പൊ എൻ്റെ ഫ്രണ്ട്സൊക്കെ ഇതെടുത്ത് എനിക്ക് അയച്ചു തരും. അപ്പൊ എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം വേറെ ആരത് പറഞ്ഞാലും എനിക്ക് ഇത്ര എക്സൈറ്റ്മെന്റ് ഉണ്ടാവില്ല. കാരണം നമുക്ക് ചെറുപ്പം പോലെ ഒരു ഇഷ്ടമാണല്ലോ. അപ്പൊ അതുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറയുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു സംഭവമാണ്. പിന്നെ ഞാൻ എല്ലാ രീതിയിലും ഇപ്പം ഡയറക്ഷനിലായാലും ഒക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ള ആളാണ് രാജമംഗളം. അപ്പം അവരങ്ങനെ പറയുന്നു എന്നുള്ളത് എനിക്കും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പൊ അതിൽ തന്നെയുള്ള ബാക്കി 2 ആൾക്കാരുമായിട്ട് എങ്ങനെയായിരുന്നു കൂട്ട്? ജയസൂര്യ ആണെങ്കിലും ഇന്ദ്രജിത്ത്? അയ്യോ, അവരെല്ലാരും ചക്രകളാണ്. ഇപ്പം അത് പറയുകയാണെങ്കിൽ എല്ലാവരും പറയേണ്ടി വരും. നാദശ അങ്കിള്, വിഷ്ണു ചേട്ടൻ, ബിബിൻ ചേട്ടൻ, എല്ലാവരും, ഇന്ദ്രൻ അങ്കിള്, ജയൻ അങ്കിള്, രാജു അങ്കിള്, എല്ലാവരും. കാരണം ആ സെറ്റിലെ ഏറ്റവും ചെറിയ ആൾ ഞാനായിരുന്നു, ഏറ്റവും കുട്ടി ഞാനായിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ ഭയങ്കര കൊഞ്ചിച്ച് എൻ്റെ ഇഷ്ടത്തിന് നടന്നുകൊണ്ടിരുന്ന ഒരു സിനിമയായിരുന്നു. അവരെല്ലാവരും എന്നെ അത്രയും കംഫർട്ടബിൾ ആക്കി. അത് നമുക്ക് ആ സിനിമയിൽ കാണാനും ഉണ്ട്. ഒരു 8-9 വയസ്സുള്ളൊരു കുട്ടി അത്ര പെട്ടെന്ന് ഇങ്ങനെ എല്ലാവരുമായിട്ടും കംഫർട്ടബിൾ ആവണം എന്നില്ലല്ലോ. അവരത്ര നന്നായിട്ട് നമ്മളെ ടേക്ക് കെയർ ചെയ്യുന്നത് കൊണ്ടും കൂടെയാണ് ഇങ്ങനെ ഇത്രയും നമുക്ക് അവരുമായിട്ട് അയ്യോ ഇത് അവരുടെ വീട്ടിലെ കൊച്ചാണോ എന്ന് തോന്നുന്ന പോലെ ആവാൻ പറ്റുന്നത് ഉറപ്പായിട്ടും അവര് കൊണ്ടും കൂടെയാണ്. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലേക്ക് എത്തുമ്പോൾ അവിടെ ഇപ്പൊ ഇപ്പം നമ്മളൊരു കുട്ടി മീനാക്ഷിയെ കാണുമ്പോൾ ഇവിടെ ഒരു ടീനേജ് മീനാക്ഷിയാണ് കാണുന്നത്. എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ സന്തോഷമുള്ള, അല്ലെങ്കിൽ നമ്മളൊരു ലക്ക് ഫാക്ടർ എന്നൊക്കെ പറഞ്ഞില്ലേ, ലക്കല്ല എന്നാലും അങ്ങനെ നമ്മൾ പറയില്ലേ, അപ്പൊ അങ്ങനെ പറയുന്ന പോലത്തെ ഒരു കാര്യമായിരുന്നു ഓഫീസർ ഓൺ ഡ്യൂട്ടി. എൻ്റെ എല്ലാ ഏജ് ഗ്രൂപ്പുകളും വളരെ നന്നായിട്ട് പോർട്രേ ചെയ്യാൻ പറ്റുന്ന സിനിമകൾ ഉണ്ടായി എന്നുള്ളത് എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം ഓഫീസർ ഓൺ ഡ്യൂട്ടിയിൽ നമുക്കൊരു ടീനേജ് ഉള്ള ഇപ്പോൾ പറഞ്ഞ പോലത്തെ ഒരു കഥാപാത്രം, അതും ആ സിനിമയിൽ ത്രൂ ഔട്ട് ഉള്ള ഒരു ക്യാരക്ടർ അല്ല, എന്നിട്ടും ആ കുട്ടി വഴി ആ കഥ മൊത്തം പോകുന്നു. അപ്പം അത് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്നെ വെച്ച് പ്ലാൻ ചെയ്തിരുന്ന ഒരു സിനിമയൊന്നും അല്ല, അത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. ഞാൻ ഇപ്പോഴും ഓർക്കണം, കൊച്ചിയിൽ എങ്ങാണ്ട് പോയ സമയത്ത് ഇങ്ങനെ അച്ഛൻ എന്നെ വിളിച്ച് പറയാണ്, ഇങ്ങനെ ഒരു ഫിലിമിൻ്റെ ഷൂട്ട് നടക്കുന്നുണ്ട്, അപ്പം ജിത്തു ചേട്ടനായിരുന്നു ഡയറക്ടർ, അപ്പം ജിത്തു ചേട്ടൻ്റെ അടുത്തൊന്ന് ചെല്ലാമോ, അവർക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഇങ്ങനെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട്. അങ്ങനെ പറയുന്നു, ഞാൻ ഷൂട്ട് നടക്കുന്ന സെറ്റിലോട്ട് അപ്പോൾ തന്നെ ചെല്ലുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ജിത്തു ചേട്ടൻ ഓൾറെഡി പറഞ്ഞു, മീനാക്ഷി ഇതൊരു ത്രൂ ഔട്ടുള്ള ക്യാരക്ടർ അല്ല, പക്ഷെ ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ്, ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്, അതായത് ഇത്തരം ഒരു ചെയ്യാനുള്ള ഒരു ക്യാരക്ടറാണ്
എന്ന് പറഞ്ഞു. അങ്ങനെ ഒക്കെ പറയുന്നു. അങ്ങനെ പെട്ടെന്ന് സംഭവിച്ചൊരു കാര്യമാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി. അപ്പം ബാക്കി എല്ലാ സിനിമകളും നമുക്കൊരു പ്ലാനിങ് ഒക്കെ ഉണ്ടാവുമല്ലോ, നമ്മളെ വെച്ച് അല്ലെങ്കിൽ ഇന്ന കുട്ടി ചെയ്യണം, ഇന്ന ക്യാരക്ടർ ആയിരിക്കും എന്ന് മുൻപേ ഒരു ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതെനിക്ക് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കിട്ടിയ ഒരു ക്യാരക്ടറായിരുന്നു. ആൻഡ് അവിടെ നിന്ന് എനിക്ക് ഒത്തിരി നല്ല നല്ല ബന്ധങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് വലിയ കാര്യമാണ്. എനിക്ക് ഇപ്പം അതിൽ മാർട്ടിൻ ചേട്ടനാണെങ്കിലും ജിത്തു ചേട്ടനാണെങ്കിലും അവർ ആ ടെക്നീഷ്യൻ ഷാഹി ചേട്ടൻ, ഇവരെല്ലാം ആയിട്ട് ഞാൻ സിനിമയിലേക്ക് വന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ അപ്രതീക്ഷിതമായിട്ട് വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ ഫീൽഡിലുള്ള കുറേ പേരെ ഒന്നും അങ്ങനെ പരിചയമില്ല. പക്ഷേ ഇങ്ങനെ ഓഫീസർ പോലുള്ള സിനിമകൾ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ കുറേ ഇത്രയും സപ്പോർട്ടീവായിട്ടുള്ള കുറേ പേരെ നമ്മൾ പരിചയപ്പെടുന്നതും കാണുന്നതും. നമ്മളോടൊരു കാര്യം പറഞ്ഞു തരാമെന്ന് പറയുന്നത് ആക്ച്വലി വലിയൊരു കാര്യം. അത് എല്ലാവർക്കും അങ്ങനെ തോന്നണമെന്നില്ല. എന്തെങ്കിലും എടി നീ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണം, അങ്ങനത്തെ കഥാപാത്രങ്ങൾ എടുക്കണം എന്നൊക്കെ പറയാൻ തോന്നുക എന്ന് പറയുന്നത് അത് ഭയങ്കര ഒരു നല്ല കാര്യമാണ്. അപ്പം എനിക്ക് അങ്ങനെ കുറച്ച് പേരെ പരിചയപ്പെടാൻ പറ്റി എന്നുള്ളത്, അതാണ് എനിക്ക് ഓഫീസർ കൊണ്ട് ഏറ്റവും സന്തോഷമുള്ള അല്ലെങ്കിൽ ഇഷ്ടമുള്ള കാര്യം. അതിൽ മീനാക്ഷി വളരെ പേടിച്ചല്ലെങ്കിൽ എന്താ പറയാ കരഞ്ഞുകൊണ്ട് അഭിനയിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതൊക്കെ എങ്ങനെയായിരുന്നു? ഭയങ്കര സ്ട്രഗിൾ ആയി തോന്നിയോ അതോ വളരെ പെട്ടെന്ന് കിട്ടി? ഒന്നുമില്ല, അത് പെട്ടെന്ന് കിട്ടിയതായിരുന്നു. അത് എൻ്റെ അടുത്ത് ഓഫീസർ ഇറങ്ങി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ നന്നായിരുന്നു, ഭയങ്കര നന്നായിരുന്നു എന്ന് പറഞ്ഞ ഒരു പോർഷനായിരുന്നു അത് എനിക്ക് ഏറ്റവും സന്തോഷം. ഇത് കണ്ടിട്ട് എൻ്റെ അടുത്ത് അന്ന് അതിൻ്റെ അസോസിയേറ്റ് ചേട്ടനാണോ ആരും എൻ്റെ അടുത്ത് പറഞ്ഞു, എടി മാർട്ടിൻ ചേട്ടൻ അത് കണ്ടിട്ട് ഭയങ്കര അഭിപ്രായം പറഞ്ഞു തരാം. അപ്പോൾ എനിക്ക് ഭയങ്കര കാര്യമാണ്. കാരണം ഞാനത് അങ്ങനെ വിചാരിച്ച് ചെയ്തതല്ല. നമ്മുടെ അടുത്ത് സീൻ പറഞ്ഞു. അപ്പോൾ പ്രിയ ചേച്ചിയും ഞാനുമാണ് ആ സീരിയലുള്ളത്. പ്രിയ ചേച്ചിയും അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ആളാണ്. അപ്പം ഈ ആക്ടിങ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കൂടെ ഒരാളുണ്ടെങ്കിൽ അവരുടെ റിയാക്ഷനും കൂടെ നമുക്ക് വരുവേ. അപ്പം ചേച്ചി അവിടെ നിന്ന് ഭയങ്കരമായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമുക്കറിയാതെ ഇത് റിയാക്ട് ചെയ്യാനുള്ളൊരു ടെൻഡൻസി കൂടും. ഭയങ്കരമായിട്ട് കരയാനോ അല്ലെങ്കിൽ ഒരു ഇമോഷണൽ സംഭവം നമുക്കിങ്ങനെ കിടക്കും. നമ്മുടെ വീട്ടിലാണെങ്കിലും അങ്ങനെയല്ലേ, നമ്മൾ അപ്പം അമ്മയും ഒക്കെ ആയിട്ട് വഴക്കുണ്ടാക്കുകയാണെങ്കിൽ അമ്മ ഒച്ചെടുക്കുന്നേ കഴിഞ്ഞ് മേളിൽ ഒച്ചെടുക്കണം എന്നാണല്ലോ നമുക്ക്. അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ആ കേസിലും. അപ്പം അതെനിക്ക് കറക്റ്റായിട്ട് അതിൻ്റെ സിറ്റുവേഷൻ അറിയായിരുന്നു. അങ്ങനെ അത് പെട്ടെന്ന് എടുത്തൊരു സംഭവമാണ്. പക്ഷെ ഇത് എടുത്തു കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഡിറ്റൊക്കെ കഴിഞ്ഞ സമയത്താണ് എൻ്റെ അടുത്ത് ഇത്രയും പറയും. പിന്നെ അതിൻ്റെ ഡബിങ്ങിൻ്റെ സമയത്ത് ഞാൻ കുറേ ഏങ്ങലൊക്കെ അടിക്കുന്നുണ്ട് അത് ഇങ്ങനെ. അപ്പോൾ ഇത് ഡബ് ചെയ്ത് പിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി ഈ സാധനം, ഈ കരയുന്നത്. അതപ്പോഴത്തെ ഒരു ആവേശത്തിന് നമ്മൾ ചെയ്തിട്ട് ഇത് ഡബിങ്ങിൽ എങ്ങനെ പിടിക്കും എന്നുള്ളത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പക്ഷെ കഷ്ടപ്പാട് മീൻസ് നമുക്കിങ്ങനെ വിചാരിക്കും അയ്യോ ഇതെങ്ങനെ ഇങ്ങനെ തന്നെ കരയും. പിന്നെ ഞാൻ അവിടെ നിന്ന് ഒന്നുകൂടെ കരഞ്ഞു, അന്നേരം ഓക്കെ ആയി. ഓക്കെ, ഇപ്പം ഇനി അടുത്ത മൂവീസ് ഏതെങ്കിലും? ഇപ്പം അടുത്ത് പ്രൈവറ്റ് എന്ന് പറഞ്ഞൊരു മൂവി റിലീസായി. അപ്പോൾ അതിനങ്ങനെ അധികം തിയേറ്റർ സ്പേസ് ഒന്നും ഉണ്ടായിരുന്നൊരു മൂവി അല്ല. അപ്പോൾ അതിങ്ങനെ OTT-യിലേക്ക് വരുമ്പം കുറച്ചുകൂടെ ആളുകളിലേക്ക് എത്തും, അല്ലെങ്കിൽ ഇത് ആളുകൾ എല്ലാവരും കാണേണ്ട ഒരു സിനിമയാണ് എന്നൊക്കെ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഫിലിമാണ് പ്രൈവറ്റ്. അപ്പോൾ അത് OTT വരാൻ വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ്. അതെ, ഇനിയിപ്പം പലപ്പോഴും മീനാക്ഷിയുടെ നമുക്ക് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അല്ലെങ്കിൽ മീനാക്ഷി സംസാരിക്കുന്ന രീതിയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ഓരോ കാര്യത്തിലും വളരെ ക്ലാരിറ്റിയോടെ പറയുന്നൊരു മീനാക്ഷിയാണ് നമുക്ക് കാണുന്നത്. ഇപ്പം ഞാൻ എത്രയും നേരം സംസാരിക്കുമ്പോഴും മീനാക്ഷിയുടെ ഒരു ക്ലാരിറ്റി ഉള്ളൊരു കാര്യമുണ്ട്. അപ്പം മീനാക്ഷി ഇത് എങ്ങനെയാണ് മീനാക്ഷിയുടെ ആ ഒരു സംസാരിക്കുന്നതിൽ ഇത്തരത്തിലുള്ള ഒരു ക്ലാരിറ്റി, ഏതൊരു കാര്യം പറയുമ്പോഴും ഒരു ക്ലാരിറ്റി വേണം എന്നൊരു തോട്ടൊക്കെ മീനാക്ഷിയിലേക്ക് വന്നതും ആ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? അയ്യോ, അങ്ങനെ ഞാനിത് ക്ലാരിറ്റി ഉണ്ടാക്കി സംസാരിക്കുന്നതല്ല, അതുകൊണ്ട് എനിക്കങ്ങനെ പറഞ്ഞു തരാൻ അറിയത്തില്ല. പക്ഷേ പണ്ടോട്ടേ ഇങ്ങനെയാണ്. പിന്നെ അയ്യോ എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് പറയുന്നത്. എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമാണ്. ആര് ചോദിച്ചാലും കാര്യങ്ങൾ അറിയാനും ഇഷ്ടമാണ് കേട്ടോ. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം എവിടെന്നെങ്കിലും കേട്ടാൽ അതെന്താണ് എന്നതിനെപ്പറ്റി സെർച്ച് ചെയ്ത് ഞാൻ കുറേ നടക്കാറുണ്ട്. പിന്നെ അതല്ല ആരെങ്കിലും വന്നിട്ട് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയാവുന്ന കാര്യമാണെങ്കിൽ എനിക്കത് പറഞ്ഞു തരാൻ ഭയങ്കര ഇഷ്ടമാണ്, എനിക്ക് പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാനിങ്ങനെ ലിറ്ററേച്ചർ എടുത്ത സമയത്ത് എൻ്റെ അടുത്ത് എല്ലാവരും പറയുമായിരുന്നു, നീ ഇത് കഴിഞ്ഞിട്ട് സിനിമ അഭിനയിക്കുന്നവിടെ ടീച്ചർ ആവണം കേട്ടോ എന്ന് പറയും. കാരണം ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ചെയ്യാൻ ഇഷ്ടമാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ സംസാരത്തിൽ ക്ലാരിറ്റി ഒന്നും ഞാൻ അങ്ങനെ അധികം ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെപ്പറ്റി സംസാരിക്കുന്നതുകൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത്. ഇപ്പം ചോദിക്കുന്ന കാര്യമാണെങ്കിലും അതിന് ഞാൻ അങ്ങനെ ഉത്തരങ്ങളും പറയാറില്ല. അറിയാൻ വയ്യാത്ത കാര്യങ്ങൾ അങ്ങനെ സംസാരിക്കാറില്ല അധികം. തെറ്റുകൾ വന്നിട്ടുണ്ടാവാം എവിടെയെങ്കിലുമൊക്കെ, അത് തിരുത്തിയിട്ടുമുണ്ട്. അല്ലാതെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങളെപ്പറ്റി അങ്ങനെ സംസാരിക്കാറില്ല. മേ ബി അതുകൊണ്ടായിരിക്കും അങ്ങനെ തോന്നുന്നത്. അറിയാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണല്ലോ നമുക്ക് ഈ ക്ലാരിറ്റി കുറവ് ഫീൽ ചെയ്യുന്നത്. നമുക്കറിയുന്ന ഒരു കാര്യമാണെങ്കിൽ 100% അവിടെ ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പം പഠിക്കുന്ന കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇന്ന് ലേറ്റസ്റ്റ് ആയിട്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് പറയുന്നത് പഠിക്കുന്ന വിഷയത്തിലുള്ള ഈ ഒരു കാസ്റ്റിൻ്റെ കാര്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതിനെക്കുറിച്ച് മീനാക്ഷി ഇതിന് ആ കമൻറ്റിൽ മീനാക്ഷി പറയുന്നുണ്ട്,
കോർട്ടിലേക്ക് പോകാനും താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ള രീതിയിൽ. എന്താണ് മീനാക്ഷിക്ക് ഒന്നുകൂടി അത് പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ട് എന്നുള്ളത് പാഠ്യ വിഷയങ്ങളിൽ വേണമോ ഇല്ലയോ എന്നുള്ളതിൽ? അത് ഉറപ്പായിട്ടും വേണം. കാരണം നമ്മൾ ചരിത്രം പഠിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കാര്യം ഇവിടെ ചരിത്രമാണല്ലോ, അപ്പൊ നടന്ന കാര്യങ്ങളെയാണല്ലോ നമ്മൾ പഠിക്കേണ്ടതും പറയേണ്ടതും. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇതുണ്ട് എന്ന് പറയേണ്ട ആവശ്യം അവിടെ വരുന്നുണ്ട്. പക്ഷെ നമ്മുടെ പ്രശ്നം ഇത് കൃത്യമായ അർത്ഥത്തിലല്ല നമ്മളിത് പഠിക്കുന്നത് എന്നും കൂടെ ഒരു വിഷയമുണ്ട്. അതായത് ആക്ച്വലി നമ്മൾ അവിടെ പറഞ്ഞിരിക്കുന്നത് ദളിത് എന്ന വാക്കിനെ പറ്റിയും അൺടച്ചബിലിറ്റി എന്ന വാക്കിനെ പറ്റിയൊക്കെയാണ് ആ പോസ്റ്റിൽ എഴുതിയിരിക്കുന്നത്. അപ്പം ഈ നമ്മളിത് പഠിക്കുമ്പം ആക്ച്വലി ദളിത് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഇങ്ങനെ കുറേ സ്ഥലത്ത് നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നവർ, എവിടെ നിന്നൊക്കെയോ നമ്മൾ ചെതറിക്കിടന്ന ആൾക്കാർ എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷെ അത് എത്ര കുട്ടികൾക്കറിയാം? നമ്മളെല്ലാവരെയും ദളിതിനെ പറ്റി പഠിപ്പിക്കുന്നുണ്ട്, പക്ഷേ ഇതൊന്നും പഠിപ്പിക്കുന്നില്ല. അവരെയൊക്കെ പല സ്ഥലങ്ങളിൽ നിന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല, ഞാൻ പഠിച്ചത് വെച്ച് ഞാൻ സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാവരും പല സ്ഥലങ്ങളിൽ നിന്ന് വന്ന കുറേ ആൾക്കാരെ ഒരുമിപ്പിച്ച് നിർത്തി ഒരു കൂട്ടമാക്കിയതാണ് ആക്ച്വലി ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം. ഒരുപാട് പണ്ടത്തെ കാര്യമാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവർ ചെയ്യുന്ന ശാരീരികമായിട്ട് ചെയ്യുന്ന അധ്വാനങ്ങളും ഇതൊക്കെ കൊണ്ട് കാസ്റ്റ് ഹയറാർക്കിയൊക്കെ നമുക്ക് പഠിക്കാനുള്ളതാണ്. അതൊക്കെ കൊണ്ട് ഇവരെ ഭയങ്കര ആരൊക്കെയോ കഴിഞ്ഞും താഴ്ന്ന ആൾക്കാരായി അന്ന് കാണപ്പെട്ടിരുന്നു. അപ്പോൾ ഇവരെവിടുന്ന് വന്നു, ഇവരുടെ ഉത്ഭവം എവിടെ നിന്നാണ്, അത് തൊട്ട് ഇന്ന് അങ്ങനെ ചെയ്യുന്നത് തെറ്റാണെന്നും പഠിപ്പിക്കേണ്ടതുണ്ട് അല്ലേ? കാസ്റ്റ് ഹയറാർക്കി മാത്രം പഠിപ്പിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഈ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ, പിന്നെ ദളിത്, അൺടച്ചബിൾസ് എന്ന് പഠിപ്പിക്കുന്ന സമയത്ത് ആർക്കെങ്കിലും ഒക്കെ സംശയം തോന്നാം. ഇപ്പം എൻ്റെ വീട്ടിലും കുട്ടികളുള്ള ആളാണ്, എനിക്ക് മനിയന്മാരൊക്കെ ഉള്ളതാണ്, ഞാനും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ആളാണ്. അപ്പം കുട്ടികൾ ഉറപ്പായിട്ടും വിചാരിക്കും, ഓ ഇപ്പോഴും നമ്മളെ കഴിഞ്ഞും അല്ലെങ്കിൽ ആരെയൊക്കെയോ കഴിഞ്ഞും താഴ്ന്നു നിൽക്കുന്ന ആൾക്കാരും ഉണ്ട്. അങ്ങനെയല്ല, അന്നത് ചെയ്തിരുന്നു, ഇന്നത് ചെയ്യരുത്, ഇന്നത് ചെയ്യുന്നത് തെറ്റാണ് എന്ന് പഠിപ്പിക്കേണ്ട ആവശ്യം കൂടി ഉണ്ട്. അല്ലാതെ അത് പറയാതിരിക്കുക എന്നുള്ളതൊരു സൊല്യൂഷൻ അല്ല. അല്ലെങ്കിൽ ഞാനിപ്പോൾ പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് ഈ അൺടച്ചബിൾ ഇടുന്ന വാക്കിൻ്റെ കൂടെ തെറ്റിദ്ധരിക്കപ്പെട്ടൊരു വിഭാഗം എന്നും കൂടെ ഇട്ടാലും ഈ കൺഫ്യൂഷൻ നമുക്ക് വരില്ല. ഇങ്ങനെയുണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുണ്ടോ എന്നുള്ളൊരു പ്രശ്നം വരില്ല. ഇതിപ്പം പണ്ട് കാലത്തെന്ന് പറയുമ്പം ഈ ദളിത് വിഭാഗത്തിനെയും സ്ത്രീകളെയും ഒക്കെ ഇന്നത്തെ സമൂഹം ട്രാൻസ്ജെൻഡേഴ്സിനെ ഉൾപ്പെടെ നോക്കിക്കാണുന്ന ഒരു മനോഭാവമുണ്ട്. അതുപോലെ തന്നെയായിരുന്നു അന്ന് നോക്കിക്കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ട് അനുഭവിച്ചു കാണും ആ കാലത്തെ സ്ത്രീകളും ഈ പറയപ്പെടുന്ന വിഭാഗങ്ങളും ഒക്കെയെന്ന് നമ്മൾ ആലോചിക്കേണ്ടതായ ഒരു കാര്യമുണ്ട്. അപ്പം ഞാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഇത് കൃത്യമായ രീതിയിൽ പഠിപ്പിക്കേണ്ട ആവശ്യമുണ്ട്. കൃത്യമായ വാക്കുകളുടെ അർത്ഥവും അല്ലെങ്കിൽ ഇപ്പം ഇന്നെങ്ങനെയാണ്, ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഇവരെങ്ങനെയാണ്, അല്ലെങ്കിൽ എല്ലാവരും മനുഷ്യൻ എന്ന് പറയുന്ന ഒറ്റ സ്പീഷീസാണ്, നമ്മളെല്ലാവർക്കും അതേ വില കൊടുത്ത് അല്ലെങ്കിൽ അതേ കണ്ണിക്കൂടെ കാണണം എന്ന് പഠിപ്പിക്കേണ്ട ആവശ്യവും കൂടെ ഉണ്ട്. ഇപ്പോഴും നമ്മൾ പഠിപ്പിക്കുമ്പം നമ്മൾ ആർക്കൊക്കെയോ എന്തൊക്കെയോ അവകാശങ്ങൾ നേടിക്കൊടുക്കണം, അങ്ങനെ നേടിക്കൊടുക്കേണ്ടവരാണ് നമ്മൾ എന്ന അർത്ഥത്തിലും കൂടെ സംസാരിക്കുന്നത്. ആക്ച്വലി നമ്മൾ അങ്ങനെ നേടിക്കൊടുക്കേണ്ടവരല്ല, നമുക്കുള്ള അതേ അവകാശങ്ങളാണ് അവർക്കും ഉള്ളത്. അവരും നമ്മളും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല എന്നുള്ളതും കൂടെ പഠിപ്പിക്കേണ്ടതായിട്ടുണ്ട്. മീനാക്ഷി പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. ആ ഒരു പോസ്റ്റിൻ്റെ അണ്ടറിൽ കുറേ ബാഡ് കമൻസും വരുന്നുണ്ട്, അതേപോലെ തന്നെ നല്ല കമൻസും വരുന്നുണ്ട്. അപ്പം ഇതിൽ ഞാൻ ശ്രദ്ധിച്ച ഒരാൾ ദളിത് എന്നതിനെ കുറിച്ച് കുറച്ചും കൂടി പറഞ്ഞു തരാൻ ഹെൽപ്പ് ചെയ്യുന്നതും കൂടി ഞാൻ ആ കമന്റിൽ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കമന്റുകളൊക്കെ എങ്ങനെയാണ് മീനാക്ഷി നോക്കിക്കാണുന്നത്? ഈ കമന്റുകളൊക്കെ വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പൊ ചേച്ചി പറഞ്ഞതുപോലെ എനിക്ക് മാത്രമല്ല, ഈ കമന്റ്സ് വായിക്കുന്ന ആൾക്കാർക്കും ഇത് ഹെൽപ്ഫുൾ ആണ്. ഈ ദളിത് എന്ന വാക്കിന്റെ അർത്ഥം എനിക്ക് ആ കമന്റുകളിൽ നിന്നാണ് മനസ്സിലായിട്ടുണ്ടായിരുന്നത്. എനിക്കറിയില്ലായിരുന്നു ഇങ്ങനെ ഒരു അർത്ഥം ഇതിനുണ്ട്. അത് പഠിപ്പിക്കേണ്ടതല്ലേ, അതാണ് പഠിപ്പിക്കേണ്ടത് അല്ലേ? നമ്മളെ പഠിപ്പിച്ചിട്ടില്ല അതൊന്നും, ഒരു സിലബസിലും ഇല്ലാതെ. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ അറിയുന്ന ആൾക്കാർ കുറെ പേര് പറഞ്ഞു തരുന്ന ആൾക്കാർ അവിടെ ഉണ്ട്. മീനാക്ഷിയുടെ ആ പോസ്റ്റിൽ ആ താഴത്ത് പുള്ളി ദളിതിനെ കുറിച്ചിട്ട് പറഞ്ഞപ്പോഴാണ് ഞാനും ഇതിനെ കുറിച്ച് ഇങ്ങനെ അറിയുന്നത്. അതെ, അതൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളാണ്. നമ്മുടെ കാര്യത്തെ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നതും ആ വിഷയം ഒരുപാട് ചർച്ചയാകുന്നതും വളരെ നല്ല കാര്യം തന്നെയാണ്. അതെ. പിന്നെ ഈ പറഞ്ഞ ബാഡ് കമന്റ്സ് എന്ന് ഉദ്ദേശിക്കുന്ന എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ഈ തെറ്റിദ്ധരിച്ചും കമൻ്റ് ഇട്ടിട്ടുണ്ട് എന്ന് തോന്നുന്നു. അതായത് പല ആൾക്കാരും വേറെ പല കാര്യങ്ങളെ പറ്റിയും സംവരണങ്ങളെ പറ്റിയും അല്ലെങ്കിൽ ഇപ്പം വേറെ എന്തൊക്കെയോ സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പം ഡൽഹിയിൽ നടന്ന ബോംബാക്രമണത്തെ പറ്റിയും ഒക്കെ അതിൻ്റെ ഇടയിൽ വന്ന് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ പറഞ്ഞിരിക്കുന്ന വിഷയം ഒന്നില്ലെങ്കിൽ ശരിക്കും വായിക്കാത്തത് കൊണ്ടായിരിക്കാം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കുന്നത്. അത് കൃത്യമായി വായിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കും. അതുപോലെ തന്നെ ഇപ്പം മീനാക്ഷിയുടെ ഏറ്റവും കൂടുതൽ വൈറലായ വേറൊരു പോസ്റ്റ് എന്ന് പറയുന്നത് ദൈവങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എന്നുള്ള രീതിയിലുള്ള ഒരു പോസ്റ്റാണ്. അപ്പോൾ ആ പോസ്റ്റ് ഇട്ടപ്പോഴത്തേക്കും മീനാക്ഷി ഒരു വ്യത്യസ്തമാണോ എന്നുള്ള രീതിയിലേക്കുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആക്ച്വലി മീനാക്ഷി എന്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ മീനാക്ഷിയുടെ ആ ഒരു വിശ്വാസത്തെ മീനാക്ഷിക്ക് എങ്ങനെ പറയാം?
എന്തിനാണ് നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കണം എന്ന് നിർബന്ധം പിടിക്കുന്നത് അല്ലേ? അങ്ങനെയും കൂടെ ചിന്തിക്കാം നമുക്ക്. ഇപ്പം നമുക്കൊരു കാര്യം നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ റിലവൻ്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം നമ്മുടെ കാഴ്ചപ്പാടിൽ അതെങ്ങനെ കാണുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ എന്തിലെങ്കിലും വിശ്വസിക്കണമെന്നോ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിശ്വാസത്തെ എതിർക്കണമെന്നോ ഇല്ലല്ലോ. നമ്മൾ കാണുന്ന കാര്യം നമുക്ക് പറയാൻ പറ്റണം, അല്ലെങ്കിൽ അത് പറയാൻ പറ്റുന്നത് അവിടെ ചർച്ചയാവുന്നു എന്നുള്ളതാണ് കാര്യം. അല്ലാതെ നമ്മൾ എന്തെങ്കിലും വിശ്വസിക്കുന്നുണ്ടോ, ആരുടെയെങ്കിലും വിശ്വാസം തകർക്കുന്നുണ്ടോ എതിർക്കുന്നുണ്ടോ എന്നുള്ളത് ഇവിടുത്തെ പോയിന്റ് അല്ല. ആക്ച്വലി മീനാക്ഷി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീനാക്ഷി ഒരു റാഷണലിസ്റ്റ് ആണ് എന്നുള്ളത്. അപ്പൊ എത്തിസവും അതേപോലെ തന്നെ ഈ റാഷണലിസ്റ്റും തമ്മിലുള്ള ഒരു വ്യത്യാസത്തെ മീനാക്ഷി എങ്ങനെ നോക്കിക്കാണുന്നു? ഏത്തിസം എന്ന് പറയുന്നത് നമ്മൾ ഈ എന്തെങ്കിലും തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ക്ലെയിംസിൽ വിശ്വസിക്കുന്നതിനെയാണ് ആക്ച്വലി ഏത്തിസം. തീസ്റ്റ് എന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ഏത്തിസ്റ്റ്. റാഷണലിസം എന്ന് പറഞ്ഞാൽ നമ്മൾ സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു ബേസിസ് ഉള്ള ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു, ഒരു അടിത്തറയുള്ള കാര്യത്തിൽ വിശ്വസിക്കുന്നു, എന്ത് കാര്യത്തിനും ഒരു റീസൺ ഉള്ളതിനെ വിശ്വസിക്കുന്നു. അതാണ് റാഷണലിസം. ഇപ്പം നമ്മൾ ഈ പോസ്റ്റിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് 2 തരത്തിലുള്ള അറിവുകളുള്ള ആൾക്കാരുണ്ട്. ഒന്ന് സബ്ജക്റ്റീവ് ആയിട്ടുള്ളതും ഒന്ന് ഒബ്ജക്റ്റീവ് ആയിട്ടുള്ളതും. ഒന്ന് നമ്മുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ കൊണ്ട് നമ്മൾ വിശ്വസിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ. മറ്റത് എന്ന് പറയുന്നത് കൃത്യമായ സയൻറ്റിഫിക് ബേസിക്കുള്ള അല്ലെങ്കിൽ ഒരു അടിത്തറയുള്ള കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളും കൂടെ ഉണ്ട്. ഇപ്പം ഞാൻ ഇവിടെ ഇരുന്ന് ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഞാനൊരു പ്രേതത്തെ കണ്ടു. അപ്പോൾ ചേച്ചി ചോദിച്ചു പ്രേതം എങ്ങനെ ഇരിക്കുന്നു? വെള്ള സാരിയൊക്കെ എടുത്ത് ഞാൻ എൻ്റെ ഭാവനയിലുള്ള ഒരു പ്രേതത്തെ ഉണ്ടാക്കി പറയുന്നതല്ല, ഞാൻ കണ്ടതായിരിക്കാം. ഞാൻ വെള്ള സാരിയൊക്കെ എടുത്ത് ഒരു ചേച്ചിയാണ്, പേടിപ്പിക്കുന്ന ഒരു രൂപമായിരുന്നു. അമേരിക്കയിലുള്ള ഒരാൾ ഒരു പ്രേതത്തെ കണ്ടു എന്ന് പറയുന്നു. അവർ ചിലപ്പോൾ അത് വാമ്പയറിനെയോ അല്ലെങ്കിൽ ഒരു ഡ്രാക്കുളയോ അവരുടെ ക്രിയേറ്റിവിറ്റിക്കൊത്ത ഒരു പ്രേതത്തിനെ ആയിരിക്കും അവർ കാണുന്നത്. ഇത് രണ്ടും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ വ്യക്തിനിഷ്ഠമായിട്ടുള്ള അറിവുകളാണ് അല്ലേ. മറ്റേത് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് അടിത്തറയുള്ള അറിവുകളാണ്. ഇപ്പോൾ ഇവിടെ കൊറോണ വൈറസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്ത അതേ കാര്യങ്ങൾ തന്നെയാണ് വേറെ എവിടെ ചെന്നതിനെ നോക്കിയാലും. ഇവിടെ നിന്ന് മൈക്രോസ്കോപ്പിൽ കൂടെ നോക്കിയാലും അതിനെ കാണാം, വേറെ എവിടെ നിന്ന് നോക്കിയാലും ഇതിനെ അവിടെ കാണാം. അപ്പം നമ്മൾ വിശ്വസിക്കുന്നതും അറിഞ്ഞിരിക്കുന്നതും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇപ്പം ഞാൻ പറയുന്നത് വിശ്വസിക്കാനായിട്ട് ചേച്ചിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടിൻ്റെ ആവശ്യമില്ല, ചേച്ചി ഒരു ഹാർഡ് വർക്കും ചെയ്യേണ്ട. ഞാൻ പറയുന്നത് ജസ്റ്റ് വിശ്വസിച്ചാൽ മാത്രം മതി, അതോടെ വിശ്വാസം മാത്രമേ ആവശ്യമുള്ളൂ. പക്ഷെ അറിയുന്നതിന് ഒരുപാട് കാര്യങ്ങൾ ആവശ്യമാണ് അല്ലേ. ഇപ്പം വിശ്വസിക്കുക എന്ന് പറയുന്നതും അറിയുക എന്ന് പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒരു ഡോക്ടർ നമ്മൾക്ക് പനി വന്നു, അത് കണ്ടുപിടിക്കുന്നു, അതിനുള്ള മരുന്ന് തരുന്നു. ഡോക്ടർ ഇത് അറിഞ്ഞ ആളാണ് അല്ലേ, അപ്പോൾ നമുക്ക് ഡോക്ടറെ വിശ്വസിക്കാം. അതൊക്കെ അത് അറിയുന്നത് ഡിഫറെൻ്റ് ആണ് അല്ലേ. ഡോക്ടർ നമ്മളൊരു അസുഖം വന്ന് അതിന് നമുക്ക് മരുന്ന് തരുന്നതും അതൊക്കെ വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ മറ്റേത് എന്ന് പറയുന്നത് പലപ്പോഴും ഒരു മിത്തായിരിക്കാം, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കേട്ട കാര്യങ്ങളായിരിക്കാം. അത് വിശ്വസിക്കുന്നതും ഇത് അറിയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പം ഇനി ഞാൻ ചോദിക്കാൻ വരുന്നത്, നമുക്കിപ്പം അധികവും ശ്രദ്ധിക്കപ്പെടുന്ന ഒരാളാണ് വൈശാഖൻ തമ്പി എന്ന് പറയുന്നത്. അപ്പം മീനാക്ഷിയും ആളെ നന്നായി ഫോളോ ചെയ്യുന്നുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പം മീനാക്ഷിയുടെ ഒരു ലോകത്തെ കാണുന്ന അല്ലെങ്കിൽ ഓരോ കാര്യത്തെയും നോക്കി കാണുന്നതിൽ വൈശാഖൻ തമ്പിയുടെ ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ? ഉറപ്പായിട്ടും ഉണ്ട് എന്ന് പറയും. അവിടുന്നേ ഉള്ളൂ എന്നും പറയേണ്ടി വരും. അവിടുന്നേ ഉള്ളൂ എന്ന് വെച്ചാൽ ഒരാളിൽ നിന്നല്ല, പക്ഷെ ആ ഒരാളിൽ നിന്ന് കിട്ടിയ കാര്യങ്ങൾ ഒത്തിരിയായിരുന്നു. അതായത് നമുക്കിപ്പോൾ പല സംസാരങ്ങളും നമ്മളിപ്പം ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുന്നതാണെങ്കിലും ഒക്കെ നമ്മളിങ്ങനെ വെറുതെ സംസാരിച്ച് പോകുന്ന സംസാരങ്ങളുണ്ട്. പക്ഷേ എൻ്റെയും വൈശാഖൻ സാറിൻ്റെയും ഒക്കെ സംസാരം എന്ന് പറഞ്ഞാൽ അതിലെന്തെങ്കിലും ഉണ്ടായിരിക്കും നമുക്കങ്ങനെ ഓർത്ത് വെക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ ഇതുവരെ വിചാരിച്ചിരിക്കുന്നതല്ല ശരി എന്ന് മനസ്സിലാക്കിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാൻ ഇപ്പോഴും ഡെയിലി മെസ്സേജ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മെസ്സേജ് അയക്കും, അതെന്താ ഇതെന്താ എന്നൊക്കെ. എനിക്കറിയില്ല സാറിൻ്റെ അടുത്ത് ഇത്രയും മണ്ടത്തരം സംശയങ്ങൾ ചോദിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന്. എനിക്ക് എല്ലാത്തിനെ പറ്റി സംശയമാണ്. അപ്പോൾ ഞാനിങ്ങനെ എല്ലാ കാര്യത്തെ പറ്റി അപ്പോൾ പലതും ചോദിക്കുമ്പോൾ എൻ്റെ അടുത്ത് പറയാം, അത് ആക്ച്വലി ഇത് എങ്ങനെയാണ് പറഞ്ഞു തരേണ്ടതെന്ന് എനിക്കറിയില്ല. കാരണം ഇത്രയും എന്തെങ്കിലുമൊക്കെ വളരെ കുഞ്ഞു കാര്യങ്ങളായിരിക്കും. പക്ഷെ എനിക്ക് ഏറ്റവും നന്നായി പറഞ്ഞു തരുന്ന ആളും കൂടിയാണ് വൈശാഖൻ തമ്പി ആയാലും മൈത്രേയനായാലും എൻ്റെ അച്ഛനായാലും ഒക്കെ. ഇവരെയൊക്കെ ഞാൻ അങ്ങനെ കാണുന്ന ആളാണ്. ഇവരൊക്കെ ഏറ്റവും ഇവരുടെ ഈ 3 പേര് ഇപ്പൊ പറഞ്ഞല്ലോ, ഇവരിൽ ആരാണ് ഏറ്റവും നന്നായി പറഞ്ഞു തരുന്നതിൽ മീനാക്ഷിക്ക് ഒരു കംഫർട്ട് അല്ലെങ്കിൽ ഒരു ഇഷ്ടം എന്നുള്ള രീതിയിൽ? അങ്ങനെയില്ല, 3 പേരും 3 തരത്തിലാണ്. കാരണം ഒരാൾ പറയുന്ന, ഇപ്പം വൈശാഖൻ സാർ ഒരു ഫിസിക്സ് പ്രൊഫസറാണ്, അപ്പം അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും പ്രൊഫസറിനോട് ചോദിക്കുന്നതായിരിക്കുമല്ലോ നല്ലത്. പിന്നെ എൻ്റെ ഇമോഷണൽ കാര്യങ്ങളൊക്കെ എൻ്റെ അച്ഛനായിരിക്കുമല്ലോ കൂടുതലായിട്ട് അറിയുന്നത്, അപ്പം അത്തരം സംശയങ്ങൾ അച്ഛനോട് ചോദിക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ ഈ ചരിത്രവും നമ്മുടെ മാനുഷിക മൂല്യങ്ങളും എല്ലാം മൈത്രേയനാണ് കൂടുതൽ നന്നായി സംസാരിക്കുന്നത്. അപ്പൊ അത് മൈത്രേയനോട് ചോദിക്കുന്നതായിരിക്കും. ഓരോ വിഷയത്തെ കുറിച്ച് അറിയാനും വളരെ ഇഷ്ടമുള്ള ഒരാളാണ്. ആണ്
വലിയ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സബ്ജക്ട് അപ്പൊ ഏതായിരിക്കും? അയ്യോ അങ്ങനെയില്ല, അങ്ങനെയില്ല, അങ്ങനെയല്ല, എല്ലാ വിഷയത്തെ കുറിച്ച് അങ്ങനെ എല്ലാ വിഷയത്തെ പറ്റിയും എനിക്കറിയാം, അങ്ങനെയും ഇല്ല. എനിക്ക് അപ്പൊ കേൾക്കുന്നത് എന്താണെന്ന് അന്വേഷിച്ച് പോകുന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ഇതിനെപ്പറ്റി ഒന്നും പഠിച്ച് അങ്ങനെയുള്ള ആളല്ല. എല്ലാവരെയും പോലെ തന്നെ കേൾക്കുമ്പോൾ നമുക്കിത് എന്താണ് എന്ന് തോന്നുമല്ലോ, അങ്ങനെ അത് അന്വേഷിച്ച് പോകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇപ്പൊ എന്തായാലും 20th ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ട് ഇരിക്കുകയാണ്. അപ്പം എന്താണ് ഇനിയുള്ള ഭാവി പരിപാടികൾ? ഒന്നുമില്ല, ഇങ്ങനെ തന്നെ തന്നെ ഞങ്ങൾ പോവാണ് എന്നുള്ളതാണ്. അതെ, അങ്ങനെ വേറെ ഭാവിയിൽ അങ്ങനെ വേണം ഇങ്ങനെ വേണം അങ്ങനെയൊന്നുമില്ല. ഇങ്ങനെ തന്നെ പോകാന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ വളരെ നന്നായിട്ടായിരിക്കുന്നത്, ഇങ്ങനെ തന്നെ ഇരിക്കുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞ പോലെ മീനാക്ഷിയെ കേട്ടിരിക്കാൻ ഒരുപാട് ഇഷ്ടമാണ്. അപ്പം നമുക്ക് ഈ ഒരു കാര്യം കഴിഞ്ഞിട്ട് നമുക്കൊന്ന് സിനിമയിലേക്ക് ഒന്നും കൂടി ഞാൻ വരികയാണ്. സിനിമയിൽ ഇപ്പം ദീപിക പദുക്കോണിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു, 8 മണിക്കൂർ ജോബ്. അത് മീനാക്ഷി അറിഞ്ഞിട്ട്? ഞാനത് ശ്രദ്ധിച്ചിരുന്നു, ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ക്ലിയർ അല്ല അതിനെപ്പറ്റി, എന്താ പറഞ്ഞതെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താന്ന് വെച്ചാൽ അതിൽ മെയിനായിട്ട് ഇത്രയേ ഉള്ളൂ, നമുക്ക് ഒരു ഡ്യൂട്ടി ടൈം ഉണ്ടല്ലോ, 8 മണിക്കൂർ ഡ്യൂട്ടി ടൈം. ഇത് തന്നെ സിനിമയിലും ഒന്ന് അപ്ലൈ ചെയ്യണം എന്നുള്ള രീതിയിലാണ് ഇതിപ്പം പറയുന്നത്. അപ്പം മീനാക്ഷി ചെറുപ്പം മുതലേ സിനിമയിൽ അഭിനയിച്ച് വരുന്ന ഒരു കുട്ടിയാണ്. അപ്പം മീനാക്ഷിക്ക് അങ്ങനെ ഒരു സമയപരിധി സിനിമയിൽ വേണം, അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നതിന് ഒരു സമയപരിധി വേണം എന്ന ഒരു തോട്ട് ഉണ്ടോ? അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് കൃത്യമായിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത് എന്നറിയില്ല. പക്ഷെ ചേച്ചി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ സിനിമയ്ക്കൊരു വ്യത്യാസമില്ലേ, അതായത് സാധാരണ ജോലി ചെയ്യുന്നതിനെ കഴിഞ്ഞും ഒരു വ്യത്യാസമുണ്ട്. അതായത് നിങ്ങൾക്ക് സിനിമയിൽ ഒരു രാത്രി ചിത്രീകരിക്കണമെങ്കിൽ അന്ന് രാത്രി ഷൂട്ട് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതല്ല, ഇവിടെ ഒരു ക്രൂവിന്റെ വർക്കും കൂടെ ഉണ്ടല്ലോ. അപ്പൊ അവരൊരു വലിയ ആക്ട്രസ് ആണ്. അപ്പം എനിക്കുള്ള എക്സ്പീരിയൻസ് അല്ല അവർക്കുള്ളത്. എന്നെ കഴിഞ്ഞും 100 മടങ്ങ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഈ പറഞ്ഞ ആക്ട്രസ്. അപ്പം ഞാൻ പറയുന്ന അഭിപ്രായം അവരുടേതായിരിക്കണം എന്നില്ല, ഇത് എൻ്റേത് മാത്രമാണ് കേട്ടോ. ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു ക്രൂ ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇത് ഇന്ന് തീർക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെ വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വന്നിട്ടുണ്ട്, എനിക്കും വന്നിട്ടുണ്ട്. അതായത് രാവിലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോയിട്ട് പിന്നെ രാത്രി നൈറ്റ് ഷൂട്ടും കഴിഞ്ഞ് വന്ന് പിന്നെയും രാവിലെ പോകേണ്ട സിറ്റുവേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അത് ഈ സിനിമ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം നമ്മളിത് ചെയ്യാൻ തീരുമാനിച്ച ആളാണ്, ഞാൻ ചെയ്യാൻ തീരുമാനിച്ച് നമുക്ക് പേയ്മെൻറ്റ് സൈഡൊക്കെ ക്ലിയർ ആയിട്ട് നമ്മൾ ഒന്നിച്ച് വർക്ക് ചെയ്യാം എന്ന് തീരുമാനിച്ച് ഉറപ്പിച്ച ആൾക്കാരാണ്. അപ്പം അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഡ്യൂട്ടിയാണ്. അപ്പം ഞാനത് ചെയ്യുന്ന ആളാണ്. അപ്പം അതുകൊണ്ട് എനിക്കറിയില്ല എന്താണ് ക്ലിയർ ആയിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാവാത്തത് കൊണ്ടായിരിക്കും എനിക്ക് പറയാൻ പറ്റാത്തത്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയില്ല അതെങ്ങനെയാണ് ആപ്ലിക്കബിൾ ആവുന്നത് എന്ന്. പിന്നെ ഈ പറഞ്ഞതുപോലെ കൃത്യമായിട്ടുള്ള റെസ്റ്റിങ്ങും അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഇതും വേണം എന്നായിരിക്കാം മേ ബി ഉദ്ദേശിച്ചിട്ടുള്ളത്. അതെല്ലാ ജോലിക്കും ആവശ്യമായിട്ടുള്ള. അവർ പ്രധാനമായിട്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 8 മണിക്കൂറിൽ ഇത്തരത്തിൽ സിനിമയിൽ അഭിനയിച്ചു പോകുന്ന ഒരുപാട് നടന്മാരുണ്ട് എന്നുള്ള രീതിയിലാണ് അവരുടെ സ്റ്റേറ്റ്മെന്റ് ഉള്ളത്. എന്തായാലും മീനാക്ഷി അത് ഒരുപാട് കേട്ടിട്ടില്ലാത്തത് കൊണ്ട് നമുക്ക് അതെ. അപ്പം ഞാൻ ചോദിച്ചതുള്ളൂ ഇത്രയേ ഉള്ളൂ, മീനാക്ഷിയുടെ ഒരു ചിന്തയിൽ ഇപ്പം 8 മണിക്കൂർ ജോലി സിനിമയിൽ ആപ്ലിക്കബിൾ ആണോ അല്ലയോ എന്നുള്ളത് മാത്രമേ എൻ്റെ ഒരു... എല്ലാ സാഹചര്യങ്ങളിലും ആപ്ലിക്കബിൾ അല്ല എന്നാ തോന്നുന്നത്. ഇപ്പം അതേപോലെ തന്നെ സിനിമയെ ബന്ധപ്പെട്ട് വരുവാണെങ്കിൽ ഗൗരിയുടെ ഒരു ഇഷ്യൂ വന്നിട്ടുണ്ടായിരുന്നു. അത് ഒരു ബോഡി ഷേമിങ് പോലെ തന്നെ ഉള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള ഈ സിനിമാ താരങ്ങൾ നേരിടുന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ചിട്ട് എന്താണ് മീനാക്ഷിക്ക് പറയാനുള്ളത്? അത് ബോഡി ഷേമിങ് പോലെയുള്ള ഒരു വിഷയമല്ല, അത് ബോഡി ഷേമിങ് തന്നെയായിരുന്നു. അതൊരിക്കലും അത് ഏത് തരത്തിൽ നോക്കിയാലും കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ല. ഇപ്പോൾ അതിനെപ്പറ്റി ഒരുപാട് ചർച്ചകളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നതാണ്. ഞാനും ഉറപ്പായിട്ടും അവർ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം നമുക്കൊരു ഇഷ്യൂ ഉണ്ടായാൽ അതപ്പോൾ തുറന്നു പറയാൻ പറ്റുക എന്ന് പറയുന്നത് അതൊരു കാര്യമാണ്, അതൊരു വലിയ പ്രശ്നമാണ്. അതിപ്പം എനിക്കറിയില്ല, അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. പക്ഷെ എല്ലാവർക്കും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുണ്ടാവാറുമില്ല. ഇപ്പം ചില ആൾക്കാർ തമാശയായിട്ട് എടുക്കുന്ന ആൾക്കാരുണ്ട്. തമാശയായിട്ട് പറയുന്നതും അല്ലാതെ പറയുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മളോടുള്ള സ്നേഹം കൊണ്ട് ഒരാൾ വന്ന് ഇപ്പം എൻ്റെ അച്ഛനോ അമ്മയോ എൻ്റെ അടുത്ത് പറയാണ്, നീ കുറച്ചുകൂടെ കഴിക്കണം കേട്ടോ, നിനക്ക് ആരോഗ്യക്കുറവുണ്ട് എന്ന് പറയുന്നതും ഒരാൾ അയ്യോ മെലിഞ്ഞുണങ്ങിയിരിക്കുവാണല്ലോ എന്ന് പറയുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. രണ്ടാമത് പറഞ്ഞത് ഉറപ്പായിട്ടും 100% ബോഡി ഷേമിംഗ് ആണ്. ആദ്യം പറഞ്ഞത് ഒരു കരുതലാണ്, അല്ലേ? കഴിക്കണം, മോളോടുള്ള സ്നേഹം കൊണ്ട് മോള് കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കണം, നിന്റെ ആരോഗ്യത്തിന് അതായിരിക്കുന്നുണ്ട്. വണ്ണം കൂടുതലാണെങ്കിൽ നീ കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു കരുതലാണ്. പക്ഷേ അതുപോലെയല്ല ഒരാളുടെ ശരീരത്തെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്നതോ ഒരാളുടെ ശരീരത്തെ വെച്ച് മറ്റൊരാളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതോ അതിന് ആൻസർ ചെയ്യുന്നതോ ഒന്നും ഒരു ശരിയായിട്ടുള്ള കാര്യമേ അല്ല. അതെ, അവിടെ ഗൗരി അത് തക്കതായിട്ടുള്ള ഒരു സ്റ്റാൻഡ് എടുത്തു. അപ്പം തന്നെ അത് പ്രതികരിക്കാന്നുള്ളൊരു രീതിയിലേക്കും പോയിട്ടുണ്ടായിരുന്നു. മീനാക്ഷി ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ബോഡി ഷേമിംഗ് ഒക്കെ നേരിട്ടിട്ടുണ്ടോ? ഇല്ല, എനിക്കങ്ങനെ ഉണ്ടായിട്ടില്ല. ഞാനതിനെ
ഇല്ല, അങ്ങനെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. എന്നോട് ഈ പറഞ്ഞ പോലത്തെ കരുതലുകൾ ഒരുപാട് വരാറുണ്ട്. എൻ്റെ അടുത്താണെങ്കിലും ഇപ്പം FBയിൽ നോക്കിക്കഴിഞ്ഞാലും കാണാം, കുറച്ചുകൂടെ ഭക്ഷണം കഴിക്കണം, അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയാറുണ്ട്. അതിനെ ഞാൻ സ്നേഹത്തോടെ എടുക്കുന്ന ഒരാളാണ്. ഞാനൊരു ഇൻ്റർവ്യൂവിൽ മൂഡ് സ്വിങ്സിനെ കുറിച്ച് പറയുന്നത് കേട്ടിട്ടുണ്ട്. ചിലപ്പോൾ അച്ഛൻ അത് അറിയുന്നുണ്ടാകില്ല, അമ്മയ്ക്ക് മൂഡ് സ്വിങ്സ് വന്നിട്ടുണ്ടാവാം. അപ്പം അതുപോലുള്ള ഇപ്പം പാരൻസിന് അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവില്ലേ, അതൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ? അതപ്പോൾ നമുക്കറിയുന്നതാണെങ്കിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാമല്ലോ, അങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. പേരൻസിന് എല്ലാ കാര്യവും അറിയണം എന്ന് നിർബന്ധമില്ല. അതായത് അവർക്കൊരു കുട്ടി ഉണ്ടാവുമ്പം അവർ ഈ കുട്ടിയെ പറ്റി കുട്ടിക്ക് എങ്ങനെയൊക്കെ ഉണ്ടാവും, എന്തൊക്കെ സ്വഭാവ മാറ്റങ്ങൾ ഉണ്ടാവും എന്നൊന്നും പഠിച്ചിട്ടിരിക്കുന്നവരായിരിക്കണം എന്നില്ല എല്ലാ ആൾക്കാരും. അപ്പോൾ നമുക്കങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് അവരുടെ അടുത്ത് പറയാമല്ലോ, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കിങ്ങനെ വരുന്നുണ്ട് എന്നൊക്കെ പറയാമല്ലോ. പിന്നെ ഇപ്പം പല ആൾക്കാരും ഈ മൂഡ് സ്വിങ്സ് എന്ന് പറയുന്ന വാക്കിനെ വളരെ തമാശയായിട്ട് എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പല ആൾക്കാരും പറയും എന്തെങ്കിലും പ്രശ്നമുള്ളപ്പം അവർക്ക് മൂഡ് സ്വിങ്സ് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയും. പക്ഷേ ആക്ച്വലി മൂഡ് സ്വിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഹോർമോണുകളിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ്. അതുള്ളൊരു സംഭവമാണ്, അതൊരു മിത്തല്ല, അല്ലെങ്കിൽ അതൊരു തമാശയൊന്നുമല്ല. അതെ, അതിപ്പം എനിക്ക് തോന്നുന്നു കുറേ ഇൻസ്റ്റാഗ്രാം റീൽസിൽ ഈ മൂഡ് സ്വിങ്സിനെ വളരെ എന്താ പറയുക ചൈൽഡിഷ് ആയി മാറ്റുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അത് കാണാറുണ്ടോ? അത് കോമഡി ആയിട്ട് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല, പക്ഷെ പല സ്പീക്കേഴ്സ് ആയാലും ആൾക്കാരൊക്കെ അവർക്ക് എന്ത് പറഞ്ഞാലും മൂഡ് സ്വിങ്സ് ആണെന്ന് പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ റീൽസും കാര്യങ്ങളൊക്കെ അതിപ്പോൾ നമ്മുടെ അസുഖം വരുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ കുറേ ഫണ്ണി ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. അതൊക്കെ ഞാൻ ആസ്വദിക്കുന്ന ആളാണ്. പക്ഷേ അതല്ല, ഈ മറ്റൊരാളെ ഈ മൂഡ് സ്വിങ്സിൻ്റെ പേര് പറഞ്ഞ് അങ്ങനെ എന്ത് പറഞ്ഞാലും ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ, അതൊരു സേഫ് സോൺ ആണല്ലോ എന്ന് പറയുന്നതിനോട് എനിക്ക് താല്പര്യമില്ല. കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഹോർമോണൽ ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് മൂഡ് സ്വിങ്സ് ഉണ്ടാകുന്ന സമയത്ത് മുമ്പ് ചെയ്ത അതേ എനർജിയിൽ വർക്ക് ചെയ്യാൻ നമുക്ക് ഈ സമയത്ത് പറ്റിയെന്ന് വരില്ല. അല്ലെങ്കിൽ അതേ ഉന്മേഷമോ അതോ ക്രിയേറ്റിവിറ്റിയോ ഒരിക്കലും നമുക്കുണ്ടായി എന്ന് വരില്ല. അത്തരത്തിലുള്ള മൂഡ് സ്വിങ്സ് ഉണ്ടാവാവുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് ഭയങ്കര ക്ഷീണം ഫീൽ ചെയ്യുമായിരിക്കാം, ശരീരം വെല്ലല്ലാത്തതുപോലെ ഫീൽ ചെയ്യുക, നമ്മൾ തീരെ ഓക്കെ അല്ല എന്ന് നമുക്ക് തോന്നുന്നത് പോലെ ഫീൽ ചെയ്തേക്കാം. അതൊക്കെ മൂഡ് സ്വിങ്സ് കൊണ്ട് ഉണ്ടാവുന്നതാണ്. അതങ്ങനെ ഉണ്ടാവും എന്ന് ഉറപ്പായിട്ടും. ഇപ്പോൾ ഡോക്ടേഴ്സിനോട് ചോദിച്ചാൽ അവരൊരിക്കലും ഇതിനൊരു തമാശയായിട്ട് കാണില്ല. ഡോക്ടർ എനിക്കൊരു മൂഡ് സ്വിങ്സ് ഉണ്ട് എന്ന് പറഞ്ഞാൽ അവർ ആൻറ്റി ആങ്സൈറ്റി പോലുള്ള ടാബ്ലറ്റ്സ് നമുക്ക് തരുമായിരിക്കാം, അങ്ങനെ ചെയ്യും. പക്ഷേ അതുപോലെ കാണാത്ത പല ആൾക്കാരും ഉണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു ഇഷ്യൂ വന്നാൽ നമുക്ക് ഇപ്പം തെറാപ്പിസ്റ്റിനെ ആണെങ്കിലും കാണുകയാണെങ്കിൽ അയ്യോ അത് കണ്ടാൽ ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ചിന്തിക്കുന്നവരും ഒരുപാട് പേരുണ്ട്. അതെ, പക്ഷെ ഇപ്പൊ അതിന് ഒരുപാട് മാറ്റം വരുന്നുണ്ട്. പണ്ടായിരുന്നു ഇതിന് ഇപ്പൊ കുറെ പേര് പറഞ്ഞ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, പണ്ട് ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. പണ്ട് ഇതിന് കൃത്യമായ പേരുകളില്ലായിരുന്നിരിക്കാം, പക്ഷെ ഇതൊക്കെ എല്ലാ ആൾക്കാരും വന്നിട്ടുണ്ട്. പണ്ടുള്ള ശരീരത്തൊന്നും ഇപ്പോഴത്തെ മനുഷ്യന്മാരുടെ ശരീരത്തിന് പ്രത്യേകിച്ച് മാറ്റമൊന്നും വന്നിട്ടില്ല. പണ്ട് എന്ന് പറയുന്നത് അങ്ങ് 100 വർഷങ്ങൾക്ക് മുന്നേ ഒന്നും അല്ല, ഈ അടുത്ത് അവരുടെ ചെറുപ്പത്തിലെ കാര്യമാണ് അവർ പറയുന്നത്. ഇതൊക്കെ ഉണ്ടായിരുന്നിരിക്കാം, സ്വഭാവ മാറ്റങ്ങളൊക്കെ അവർക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴാണ് അതിന് കുറച്ചുകൂടെ അത് ഇത്രയും തിരക്കിട്ട ഒരു ലൈഫ് സ്റ്റൈലിൽ ഇപ്പം സ്ത്രീകൾക്ക് വരുന്ന മൂഡ് സ്വിങ്സുകളെ പറ്റിയും ഒക്കെ കൂടുതൽ ചർച്ചകൾ നടക്കുന്നതും അവർ ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യുന്നതും ഈ കാലഘട്ടത്തിലാണ് എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ ആ കാലഘട്ടത്തിൽ അതില്ലായിരുന്നു ഇന്നതുണ്ട് എന്ന് പറയുന്നതിൽ കാര്യമില്ല. എല്ലാ കാലഘട്ടത്തിലും സ്ത്രീകൾക്ക് ഇതുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ മീനാക്ഷി എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മീനാക്ഷിയെ കാണുന്നത് ടോപ്പ് സിംഗർ വേദിയിൽ വെച്ചിട്ടാണ്. അതെ, ഇനി നമുക്ക് ടോപ്പ് സിംഗറിലെ ഒരു അനുഭവങ്ങൾ കൂടി പറയുകയാണെങ്കിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട, അവിടെ കുറെ ജഡ്ജിമാരുണ്ട്, മീനാക്ഷിയെ കുറെ ടീസ് ചെയ്ത് കളിക്കുന്നതും അങ്ങനെയൊക്കെ നമുക്ക് കാണാം. അപ്പം അവരെ കുറിച്ച് പറയുകയാണെങ്കിൽ മീനാക്ഷിക്ക് എന്താണ് പറയാനുള്ളത്? അവരെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ആൾക്കാരാണ്, എൻ്റെ ഒരുപാട് പ്രിയപ്പെട്ട ആൾക്കാരാണ്. ആ സ്പേസും ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം അവിടെയുള്ള ആൾക്കാരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ക്രൂ ആയാലും അവിടെയുള്ള ആൾക്കാരായാലും എനിക്ക് ഒരുപാട്, എൻ്റെ വളരെ ചെറുപ്പം തൊട്ടുള്ള എന്നെ കാണണമെങ്കിൽ ഞാൻ തന്നെ ടോപ്പ് സിംഗർ എടുത്ത് കണ്ടാൽ മതി. കാരണം ഞാൻ അതെല്ലാവരുടെ അടുത്തും പറയുന്ന കാര്യം, എൻ്റെ ഒത്തിരി കുഞ്ഞിലെ തൊട്ട് എൻ്റെ ഒത്തിരി നല്ല മൊമെൻറ്റ്സും ഒക്കെ അവിടെ നിന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. എനിക്കൊരു കുഞ്ഞനിയൻ ഉണ്ടാവുന്നതും, എനിക്ക് 10ാം ക്ലാസ്സിലെ റിസൾട്ട് വരുന്നത്, +1 +2 റിസൾട്ട് വരുന്നത്, ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഡിഗ്രിയുടെ റിസൾട്ട് വന്നത്, അങ്ങനെ എൻ്റെ എല്ലാ കാര്യങ്ങളും എൻ്റെ ലൈഫിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബന്ധങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളത് അവിടെ നിന്നാണ്. അതുകൊണ്ട് ഒക്കെ എല്ലാവരും, പല ആൾക്കാരും ഉണ്ട് അവിടെ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഞാൻ കണ്ടുമുട്ടുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ അവിടെ നിന്നാണ്. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എന്നും സ്പെഷ്യലായിട്ടുള്ള ഒരു സ്പേസാണ്. പിന്നെ അതേപോലെ ഞാൻ FB ഇപ്പം മീനാക്ഷിയുടെ കുറേ നോക്കി സ്ക്രോൾ ചെയ്യുമ്പോൾ അതിൽ വരുന്ന ഒരു കമൻറ്റാണ്, മീനാക്ഷി എന്തുകൊണ്ട് ഈ മോട്ടിവേഷൻ കോട്സ് ഇടുന്നില്ല എന്നുള്ളൊരു കമൻറ്റ്സ് ഞാൻ അതിലിങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം മീനാക്ഷി എന്തുകൊണ്ട് മോട്ടിവേഷൻ കോട്സ് ഇടുന്നില്ല? ഞാൻ മോട്ടിവേഷൻ കോട്സിൽ വിശ്വസിക്കുന്ന ആളല്ല, എനിക്കത് തീരെ താല്പര്യമുള്ള വിഷയമല്ല. കാരണം ഈ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഇമോഷൻ നമുക്ക് തന്നെ നമ്മുടെ അടുത്ത് നിന്ന് ഫീൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ചേച്ചി പറയുന്ന ഒരു കാര്യം എനിക്ക് മോട്ടിവേഷനായിട്ട് ഞാൻ അതിനെ എടുത്ത് അതിൻ്റെ പുറകെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോൾ എല്ലാവരും
പറയുന്ന കാര്യമാണ്. ഇപ്പം ഐസക് ന്യൂട്ടനും ഇലോൺ മസ്കും അങ്ങനെ കുറേ ആൾക്കാർ അവരൊന്നും പഠിച്ച് അവർ തോറ്റുപോയി, അവർ അതിൽ നിന്ന് പരാജയത്തിൽ നിന്നും വന്ന ആൾക്കാരാണെന്നൊക്കെ. അത് കേട്ട് നമ്മൾ പരാജയത്തിൽ നിന്നും മുന്നോട്ട് പോകാനായിട്ട് ശ്രമിച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അവരുടെ സ്കിൽ അതിലല്ല വേറൊന്നിലാണ് എന്നവർ കണ്ടുപിടിച്ചുകൊണ്ട് അവരവിടെ പഠിത്തത്തിൽ മോശമായിട്ട് നിന്നത്, അല്ലെങ്കിൽ അത് അവിടെ പരാജയപ്പെട്ടത്. വേറൊരു സ്ഥലത്താണ് അവരുടെ സ്കില്ലെന്ന് അവർ മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളതില്ല. അല്ലാതെ ഒരാൾ ചെയ്യുന്ന ഒരു കാര്യം ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ നന്നായി വരും എന്നൊരിക്കലും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റത്തില്ല. അതിലെങ്ങനെ ഒരു മോട്ടിവേഷൻ അങ്ങനെ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ തോന്നേണ്ട ഒരു കാര്യമാണ്. ഇപ്പം വേറൊരാൾ പറയുന്നതിൽ നിന്നും നമുക്ക് ഇൻസ്പയർഡ് ആവാൻ പറ്റുമായിരിക്കും. അത് കൊള്ളാലോ, എനിക്കും അങ്ങനെ ചിന്തിക്കാം എന്ന് തോന്നിയേക്കാം. പക്ഷേ ഈ മോട്ടിവേഷൻ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ അതിൻ്റെ പുറകെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല, നമ്മളെ ഡൈവേർട്ട് ചെയ്ത് വിടുക അത് ചെയ്യുന്നത്. നമ്മുടെ മാനസികാവസ്ഥയെ തെറ്റിദ്ധരിപ്പിക്കുക ആക്ച്വലി ചെയ്യുന്നത്. ഇപ്പം ഞാൻ പഠിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തരത്തിൽ ആഗ്രഹിച്ചിരിക്കുന്ന ആളാണ്, അപ്പം എൻ്റെ സ്കൂളിൽ വരുന്ന മറ്റൊരു കുട്ടി ഇത്രയും പഠിക്കാൻ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അവരവിടെ ഇരുന്നിട്ട് ഇപ്പം അവരുടെ അടുത്ത് ഞാൻ പറയുകയാണ്, നീ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഐൻസ്റ്റീൻ കുറേ പ്രാവശ്യം തോറ്റിട്ടുണ്ട്, അതുകൊണ്ട് നീ ഉറപ്പായിട്ട് നീ തോക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞു കൊടുത്താൽ ഉറപ്പായിട്ടും ആ കുട്ടിയെ വഴിതെറ്റിക്കുകയാണ്. അങ്ങനെയല്ല, നീ പഠിക്കാൻ ശ്രമിക്കണം, നിന്റെ കഴിവ് എന്താണെന്ന് നീ കണ്ടുപിടിക്കണം, ഇതിൽ വിജയിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്നും ആ കുട്ടിക്ക് ഇൻസ്പയർഡ് ആവാം. അല്ലാതെ ഇതൊരു തെറ്റായ ധാരണയാണ്. മറ്റവരൊക്കെ അതിൽ നിന്നും വിജയിച്ചത് കൊണ്ടാണ് അവരെ ഇന്ന് നമ്മൾ മോട്ടിവേഷനായിട്ട് പറയുന്നത്, അല്ലേ? ഇപ്പം ഈ പറയുന്ന ഐൻസ്റ്റീനും എലോൺ മസ്കും ആണ് എല്ലാവരും ആദ്യം പറയുന്ന എക്സാമ്പിൾസ്. അതുകൊണ്ടാണ് അവരെ പറയുന്നത്. അവരൊക്കെ ആ തോറ്റ സാഹചര്യത്തിൽ നിന്നും വിജയിച്ചു വന്ന ആൾക്കാരാണ്, അല്ലേ? അങ്ങനെ അല്ലാതെ തോറ്റുപോയ എത്രയോ പേരുണ്ട്. അവരെ എന്തുകൊണ്ട് മോട്ടിവേഷൻ ആക്കി എടുക്കുന്നില്ല? അങ്ങനെ അല്ലാതെ ഐൻസ്റ്റീൻ്റെ കൂടെ തോറ്റ ആൾക്കാരുണ്ടല്ലോ, അവരെ ആർക്കെങ്കിലും അറിയാമോ? ഇല്ല, നമുക്കറിയില്ല. അതുകൊണ്ട് ആ ഒരാളെ മാത്രം, അവിടെ നിന്നും വിജയിച്ച് സർവൈവ് ചെയ്ത് വന്ന ഒരാളെ മാത്രം വെച്ച് നമുക്കൊരിക്കലും ഒരാൾക്കൊരു മോട്ടിവേഷൻ ക്ലാസ്സോ മോട്ടിവേഷൻ കോട്ടോ ഒന്നും എടുത്തു കൊടുക്കാൻ പറ്റില്ല. അത് ആരുടെയും ലൈഫിൽ അങ്ങനെ ഹെൽപ്ഫുൾ ആവുമെന്ന് എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റായ മെസ്സേജ് കൊടുക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ഇപ്പം ഇമോഷണലി ഡൗൺ ആയി നിൽക്കുന്ന ഒരാളെ അപ്പ് ചെയ്യാനായിട്ട് അങ്ങനെ എന്തെങ്കിലും സംസാരിക്കാൻ താല്പര്യപ്പെടുന്ന ആളാണോ? അതാ ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഇമോഷണലി ഡൗൺ ആയിട്ട് നിൽക്കുമ്പം എന്നോട് അതിൻ്റെ വളരെ ലോജിക്കലായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ചിലപ്പം ഓക്കെ ആയേക്കാം. പക്ഷെ അങ്ങനെ ആയിരിക്കണം എന്നില്ല. എൻ്റെ അമ്മയുടെ അടുത്തോ അല്ലെങ്കിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അടുത്തോ ഇങ്ങനെ പോയി പറഞ്ഞാൽ ഇവളെന്തൊരു മനുഷ്യത്തെയാണ് എന്ന് വിചാരിക്കും. അപ്പോൾ എൻ്റെ മോട്ടിവേഷൻ എല്ലാവരുടെ അടുത്തും ആപ്ലിക്കബിൾ ആവണം എന്ന് ഞാൻ വിചാരിച്ചിട്ട് കാര്യമില്ല. എൻ്റെ മോട്ടിവേഷനോ എൻ്റെ ചിന്തകളോ എൻ്റേത് മാത്രമാണ്. അപ്പം ഞാനതുകൊണ്ട് എനിക്കതുകൊണ്ട് സമാധാനം കിട്ടിയേക്കാം, അതൊക്കെ. പക്ഷെ ഓരോരുത്തരുടെ ജീവിത സാഹചര്യങ്ങളും ഓരോരുത്തരുടെ മാനസികാവസ്ഥയും ഒക്കെ ഡിഫറെൻറ്റാണ്. അപ്പോൾ നമുക്ക് ഒരാൾക്ക് ഈ കേട്ടോണ്ടിരിക്കുന്ന എല്ലാവരെയും അവരുടെ സാഹചര്യങ്ങൾ വെച്ച് മോട്ടിവേറ്റ് ചെയ്ത് വിടാനൊന്നും പറ്റത്തില്ല. അവരെ സമാധാനിപ്പിക്കാൻ പറ്റുമായിരിക്കും, ഒരു പക്ഷെ അതൊക്കെ ആയിരിക്കും അവരെ കൊണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരാം, വലിയൊരു വിഷമത്തിൽ പെട്ട് കിടക്കുന്ന ആളാണ്, നിങ്ങൾക്ക് ഇതിൽ നിന്ന് സർവൈവ് ചെയ്ത് വരാൻ പറ്റും, നിങ്ങൾ അതിനുള്ള കെൽപ്പുള്ള ആളാണ്, നിങ്ങൾ ഇതിൽ നിന്ന് ഓക്കെ ആവും എന്നൊക്കെ പറയാം. അതിൻ്റെ അപ്പുറത്തേക്ക് മോട്ടിവേഷൻ കഥകളോ മോട്ടിവേഷൻ സ്റ്റോറീസോ ഒന്നും അവരെ തൽക്കാല ആശ്വാസം കിട്ടിയേക്കാം, അവർ താൽക്കാലിക ആശ്വാസമായി മാത്രമേ അതെപ്പോഴും. അതെ, അല്ലാതെ അതിന് ലോങ് ടേം നിങ്ങളുടെ വിജയത്തിനൊന്നും അത് ഹെൽപ്പ് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഡൗൺ ആയി നിൽക്കുന്ന സിറ്റുവേഷനിൽ ഞാൻ വിചാരിച്ചാൽ മാത്രമേ എന്നെ അപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ എന്നുള്ളൊരു സംഭവം ഉണ്ടല്ലോ. അപ്പം നമുക്കവിടെ എത്ര മോട്ടിവേഷൻ കേട്ടിട്ടോ അല്ലെങ്കിൽ ഇപ്പം വലിയ ടോക്ക് ആരെങ്കിലും നടത്തിയിരിക്കും, നിങ്ങൾ ഭയങ്കര ഇതാണ്, നിങ്ങൾ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നാൽ നിങ്ങൾക്ക് ഇത് തരണം ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കേട്ടാൽ ഇപ്പം മീനാക്ഷി പറഞ്ഞ പോലെ ഒരു താൽക്കാലിക ആശ്വാസം നമുക്ക് അവിടെ കിട്ടിയേക്കും. അത് നമ്മുടെ മാനസികാവസ്ഥ അത് ആവശ്യപ്പെടുന്നുണ്ട്, അതുകൊണ്ടാണ് താൽക്കാലിക ആശ്വാസം നമുക്ക് കിട്ടുന്നത്. ഇപ്പം നമ്മളൊരു വലിയ തെറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ കൂടെ അതിന് സൈഡ് പിടിക്കാൻ ഒരാളുണ്ടെങ്കിൽ നമ്മൾ അവരുടെ അടുത്തേക്ക് ചേർന്ന് നിൽക്കും. അത് സ്വാഭാവികമായിട്ടും വരുന്ന മനുഷ്യന്മാരുടെ ഒരു ഇൻസ്റ്റൻ്റ് അത്. അതായത് അങ്ങനെ ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കാൻ ഒരാൾ, അല്ലെങ്കിൽ ഞാനൊരു കുഴപ്പം കാണിച്ചിട്ടുണ്ട്, കുറേ പേരുടെ മുന്നിൽ നിൽക്കുമ്പോൾ നമ്മളുടെ ആരെങ്കിലും അത് സാരമില്ല അവൾ അറിയാതെ ചെയ്താ എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു ആശ്വാസമുണ്ട്. അതൊരു മോട്ടിവേഷനാണ്. അതാണ് ഈ മോട്ടിവേഷനായിട്ട് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകുന്നത്. അതങ്ങനെ അത് താൽക്കാലികമായിട്ട് അപ്പം നമ്മൾ ഡൗൺ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് നമ്മൾ കുറച്ച് ലെവലപ്പ് ചെയ്യുന്നതിന് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്ന് തോന്നുന്നതേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾക്കൊരു വലിയ മോട്ടിവേഷൻ അവിടെ നിന്ന് കിട്ടുന്നൊന്നുമല്ല, അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പലപ്പോഴും നമ്മൾ അല്ലെങ്കിൽ ഒരു വീക്കായി നിൽക്കുന്ന ഒരു കുട്ടി പലപ്പോഴും ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ചിലപ്പം ഒരാളുടെ അടുത്തേക്ക് എത്തിപ്പെട്ടേക്കാം. അപ്പം നമുക്ക് ആ ഒരു സമയത്ത് കിട്ടുന്ന ഒരു ഷോൾഡർ എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ ചിലപ്പോൾ ആ ഒരാൾ വളരെ യൂസ് ചെയ്യുന്ന രീതിയിലേക്കൊക്കെ ആ കുട്ടിയെ കൊണ്ടുപോകാം എന്നുള്ള രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇതിൻ്റെ ബാക്കിലുണ്ട് എന്നുള്ളതാണ്. ഈ മോട്ടിവേഷൻ സ്പീക്കിംഗ് അല്ല, ഇപ്പം നമ്മൾ ഡൗൺ ആയി നിൽക്കുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞല്ലോ ഒരു ഷോൾഡർ, അല്ലെങ്കിൽ നമുക്ക് അത് വേറെ തന്നെ ഒരു സബ്ജക്റ്റ്. അത് കൃത്യമായിട്ടുള്ള ഒരു
ഷോൾഡർ കണ്ടുപിടിക്കുക എന്നുള്ളതും വലിയൊരു കാര്യമാണ്. ഇപ്പം നമ്മളുടെ സ്വഭാവവുമായിട്ട് ചേർച്ചയുള്ള ആൾക്കാരായിരിക്കും നമുക്ക് കൂട്ടുകാരായിട്ട് ഉണ്ടാവുക, അല്ലെങ്കിൽ അടുത്ത സുഹൃത്തുക്കളായിട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ ചിന്തകൾ മനസ്സിലാവുന്ന ആളുമായിട്ടായിരിക്കും ഞാൻ കൂടുതൽ സംസാരിക്കുന്നത്. അപ്പം അതനുസരിച്ചുള്ള ആൾക്കാരെ കണ്ടെത്തുക എന്ന് പറയുന്നതും വലിയൊരു കാര്യമാണ്. നമ്മളും കൂടെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ആ കാര്യത്തിൽ, ആൾക്കാരെ കണ്ടുപിടിക്കുന്നതിലും. അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരാളുടെ ഉത്തരവാദിത്തമല്ല നമ്മളെ നമ്മുടെ ഇപ്പം നിൽക്കുന്ന സ്റ്റേറ്റിൽ നിന്നും ഉയർത്തിക്കൊണ്ട് വരിക എന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ നമ്മളെ സക്സസ്ഫുൾ ആക്കുക എന്ന് പറയുന്നതോ വേറൊരാളുടെ ഉത്തരവാദിത്തമല്ല. അത് നമ്മുടെ മാത്രം കാര്യമാണ്. നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മളും കൂടെ മനസ്സിലാക്കണം. അല്ലാതെ നമ്മൾ ചെന്ന് അവരുടെ അടുത്ത് ചെന്നു പിന്നെ അത് ബാഡായിട്ടുള്ള ഒരു കാര്യത്തിലേക്കൊക്കെ മാറി എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെ ഒരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിഷയത്തിലേക്ക് മാറും. ഓക്കെ, ഇപ്പം ഞാൻ ഒരുപാട് നേരം മീനാക്ഷിയോട് ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ മീനാക്ഷിയെ കേട്ടിരിക്കാൻ വളരെ രസമുള്ള കാര്യമാണ്. മീനാക്ഷി പല കാര്യങ്ങളെക്കുറിച്ച് പറയുന്നതും ഒക്കെ നമുക്ക് ഇങ്ങനെ കേട്ടിരിക്കാം, പലതും നമുക്ക് പറയാൻ പറ്റും. അപ്പം മീനാക്ഷിയെ ഫോളോ ചെയ്താലും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. നേരത്തെ ഇപ്പം ഞാൻ ദളിതിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ആ ആൾ അതിൽ കമൻറ്റ് ചെയ്തതിലൂടെ നമ്മൾ കുറച്ച് പഠിച്ചിട്ടുണ്ട്. അത്തരത്തിൽ മീനാക്ഷിയെ ഫോളോ ചെയ്യുമ്പോഴും മീനാക്ഷിയോട് സംസാരിക്കുമ്പോഴും നമുക്കും ഒരു അറിവ് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ കാര്യം. ഒരുപാട് സന്തോഷം, അത് കേൾക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞു തന്ന എന്തെങ്കിലും മനസ്സിലായി, അല്ലെങ്കിൽ ഞാൻ കാരണം ചേച്ചി എന്തെങ്കിലും പുതിയതായിട്ട് കിട്ടുന്നു എന്നുള്ളത് എനിക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം വേറെ ആൾക്കാരിൽ നിന്നും എനിക്ക് അങ്ങനെ കിട്ടുന്നതിന് ഞാൻ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പം എൻ്റെ അടുത്ത് നിന്ന് ഒരാൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്നു എന്നുള്ളത് തന്നെ എനിക്ക് വലിയൊരു കാര്യമാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് ഒരുപാട് നന്ദി. എന്തായാലും ഇനി മീനാക്ഷിയുടെ മുന്നോട്ടേക്കുള്ള ഒരുപാട് വർക്കുകൾ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു.